അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ കോട്ടൂരിലൊന്നുമല്ല. കോട്ടൂരിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്ററോളം മാറി അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അമ്പൂരി എന്ന് പറയുന്ന ഈ ഒരു ടൗണിൽ നിന്നും ഉള്ളിലേക്കില്ല, നമ്മുടെ നാട് പോലെ തന്നെയാണ്, ട്രൈബൽ ഗ്രാമങ്ങളാണ് ഉള്ളതെല്ലാം. അപ്പം ചാക്കപ്പാറ എന്ന് പറയുന്ന ഒരു ട്രൈബൽ വില്ലേജിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്ററോളം വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ കാണാനും അടിപൊളിയായിട്ടുള്ള പുൽമേടും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര എന്ന് പറയുന്നത് കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ക്ഷേത്രത്തിലേക്കും അതുപോലെ ഈ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് ഉൾക്കാട്ടിനുള്ളിലൂടെയാണ് ഈ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പം അങ്ങോട്ടുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ ഒരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ തീണ്ടാംകടവ് തോട് എന്ന് പറയുന്ന ആ ഒരു തോട്ടിൻ്റെ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഈ കുത്തുകയറ്റം ഉണ്ടല്ലോ, ഈ കുത്തുകയറ്റം കയറിയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ഈ ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് കേട്ടോ. ചാക്കപ്പാറയിൽ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഗസ്ത്യാർ കൂടത്തൊക്കെ പോകുന്നത് പോലെ തന്നെയാണ് ഈ ഒരു കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്, വഴികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ പിറകിലോട്ട് കണ്ട കുത്ത് കയറ്റമാണ്. അപ്പം ചേട്ടാ എത്ര മണിക്കൂർ വരും നമ്മളിവിടെ നടന്നു കഴിഞ്ഞാൽ? 2 മണിക്കൂർ എന്തായാലും മതിയാണെ നടക്കുന്ന ആവശ്യം വരും. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴികളും അതുപോലെ ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളും അവിടുത്തെ ആ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കാണാം. ചാക്കപ്പാറയിൽ നിന്ന് കുറച്ച് മുകളിൽ കയറി കയ്പംപ്ലാവിള എന്ന് പറയുന്ന ഒരു സെറ്റിൽമെൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നും എനിക്ക് തോന്നുന്നു അത്യാവശ്യം ദൂരം നമുക്ക് നടക്കാനുണ്ട് നമ്മുടെ ഈ ഒരു കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇത് തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്നൊരു റോഡാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചാക്കപ്പാറ വഴിയാണ് കയറി വന്നിട്ട് കയ്പംപ്ലാവിള എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വീടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ എത്ര ദൂരം വീട് വരും ചേട്ടാ ഇനി ഇവിടെ നിന്ന്? ഓക്കെ, അപ്പോൾ അത്രയും വീടുകൾ മാത്രമേ കേട്ടോ ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ ആ കാണുന്ന മല മുകളിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, അങ്ങ് ടോപ്പിലാണ് ഈ ഒരു കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ആ ഒരു അമ്പലവും അവിടുത്തെ വ്യൂ പോയിൻ്റൊക്കെ ഉള്ളത്. ഈ കാണുന്ന പാറ കണ്ടോ, അതിൻ്റെ ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത്. ഈ മുന്നിൽ കിടക്കുന്ന ഈ ഒരു വഴിയിലൂടെ കേട്ടോ നമ്മൾ യാത്ര ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, അപ്പോൾ ഇതുവരെ വണ്ടി വരും. അപ്പോൾ ഇവിടെ വണ്ടിയിൽ സാധനങ്ങൾ കൊണ്ടിറക്കിയിട്ട് അതിന് ശേഷം നമ്മുടെ ഈ ചാക്കപ്പാറ അതുപോലെ അയ്യവിലാകം അതുപോലെ ഈ സ്ഥലത്തിൻ്റെ പേരെന്തേട്ടാ കയ്പംപ്ലാവിള അതുപോലെയുള്ള സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാരാണ് ഈ കാണുന്ന നമ്മുടെ ഈ ഒരു കന്നിത്തൂൺമൂട് അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് തലചുമടായിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പം ഇതുവരെ വണ്ടി വരത്തുള്ളൂ, പിന്നെ കാൽനട മാത്രമേ ഇനി മുകളിലേക്കുള്ള യാത്രയിൽ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്നുള്ള ഈ ഒരു കുഞ്ഞു വഴിയിലൂടെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാം. ഉത്സവ സമയമാകുമ്പോൾ ഈ വഴികളെല്ലാം വെട്ടിത്തെളിച്ച് അടിപൊളിയാക്കിയിടും. അപ്പം നല്ല വൃത്തിയോടെ ഈ വഴികളൊക്കെ കിടക്കും കേട്ടോ ആ ഒരു സമയത്ത്. താഴെ നിന്ന് കയ്പംപ്ലാവിള എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ടോപ്പിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കൃഷിവിളകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അതിനകത്തുകൂടെയാണ് വഴി. ഇനിയിപ്പോൾ ഇവരെ കൃഷിവിളകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ കയറുന്നത് കാട്ടിനകത്തേക്കാണ്. അപ്പം കാട്ടിനകത്തുകൂടെ പോയിട്ടാണ് നമുക്ക് ഈ ഒരു അമ്പലത്തിലേക്ക് പോകേണ്ടത്. കയ്പംപ്ലാവിള കുറച്ചിങ്ങ് മേളിൽ കയറി വന്ന കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ പാറാക്കൂട്ടങ്ങളൊക്കെ കയറി ഇതിനിടയിലൂടെയാണ് നമുക്ക് കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ആ ഒരു അമ്പലം ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ കയറി വരുമ്പോൾ അങ്ങ് താഴോട്ടുള്ള വ്യൂകളൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അട്ട കയറി തുടങ്ങി കേട്ടോ. അവസ്ഥയാണ് കേട്ടോ, മഴയാണ്ട് തന്നെ. അപ്പോൾ നമ്മൾ കയറി ഒരു വലിയ ടയറിയൊക്കെ കയറിയിട്ട് നമ്മൾ ഇങ്ങ് മുകളിൽ ഒരു നിരപ്പിൽ വന്ന കേട്ടോ. അപ്പോൾ ഇവിടം തൊട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ആൾക്കാരുടെ കൃഷിവിളകളൊക്കെ തീരെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് കാട് തുടങ്ങിയാണ്. അപ്പോൾ ഇനിയാണ് കാട്ടിനകത്തൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഇനിയാണ് കേട്ടോ. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങ് കയറി വന്നിട്ട് നമ്മളിവിടെ ഒരു പാറയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം പാറയിൽ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ് കേട്ടോ. കണ്ട എന്ത് മനോഹരമായിട്ടാണ് കാണുന്നതെന്ന്.
അപ്പോൾ അത് അവിടെ കണ്ടോ, അവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ഒരു വെള്ളത്തിന് നടുക്ക് ഈ ഒരു മീനൊക്കെ വളർത്തുന്നതിൻ്റെ ഒരു പുതിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട്. ഇങ്ങ് കാട്ടിൽ വന്നപ്പോൾ ആനയാണോ പോത്താണോ എന്നറിയത്തില്ല, അവിടെ അതിൻ്റെ കുറച്ച് സാന്നിധ്യം കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് സാന്നിധ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വേറുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കയറി നിന്നിട്ട് കൃത്യമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് മാത്രമേ നമ്മൾ വഴിയിലൂടെയൊക്കെ യാത്ര ചെയ്യുള്ളൂ. അപ്പം നമുക്കറിയത്തില്ല, ചിലപ്പോൾ വഴിയിലൊക്കെ കയറി നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെ ബ്രോ വിളിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ പോണത്, നമ്മളെ കൊണ്ടുവന്ന ബ്രോ. അപ്പോൾ നമ്മൾ കുറച്ച് കയറി ഏകദേശം ഒരു 3/4% നമ്മൾ കയറി വന്നപ്പോൾ കാണുന്നതാണ് ഈ ഒരു പാറ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അമ്പൂരിയൊക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പാറയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ട നമ്മുടെ അമ്പൂരി ടൗണും അങ്ങ് താഴെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് മനോഹരമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങാണ് അമ്പൂരി ടൗണ്, പിന്നെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ച നമ്മുടെ സ്വന്തം അഗസ്ത്യാർകൂടാണ് കേട്ടോ ആ കാണുന്നത് കണ്ട. അതാ ഇവിടെ എല്ലാം മനോഹരമായിട്ടുള്ള പാറകളാണ്. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം കന്നിത്തൂൺമൂട്. അപ്പം അവിടേക്ക് നമ്മൾ ഇതുവരേക്കും എത്തിയിട്ടില്ല, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് നിന്നിട്ടുള്ള ഈ ഒരു വ്യൂ കണ്ട എന്ത് രസമാണെന്ന് കണ്ട, അടിപൊളി കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ കൊണ്ടകട്ടിമല, കുരിശുമല ആ ഒരു ഭാഗമാണ് കേട്ടോ കാണുന്നത്. നമ്മൾ താഴെ വന്നപ്പോൾ എന്തോ സൗണ്ട് കേട്ടു, അങ്ങനെ ഞങ്ങൾ ഇപ്പുറത്തൊരു പാറയിലേക്ക് നമ്മളിപ്പോൾ കയറി വന്ന് നിൽക്കുന്നുണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ആ കാണുന്ന ടോപ്പിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അവിടെ പോയിട്ട് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരാനുണ്ട്. ഈ പാറയുടെ ഈ സൈഡിൽ വന്നാൽ ഇവിടെ നിന്ന് നമുക്ക് അഗസ്ത്യാർകൂടം കാണാൻ പറ്റും കേട്ടോ. ആ കാണുന്നത് കണ്ടോ, അതാണ് അഗസ്ത്യാർകൂടം. അപ്പോൾ ഈ ഒരു ഭാഗത്തെല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തു നിന്ന് നമ്മുടെ പയ്യന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് മുകളിൽ കണ്ട ഒരു ടോപ്പിലൊരു പാറ കാണുന്നത്. അപ്പോൾ ആ ഒരു പാറയ്ക്ക് മുകളിലാണ് നമുക്ക് കയറേണ്ടത്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു പുൽമേടിൻ്റെയൊക്കെ പിറകു ഭാഗം എന്ന് പറയുന്നത് ആ കാണുന്ന ഒരു പാറയുടെ ആ ഒരു ഭാഗമാണ് കേട്ടോ. ഏകദേശം നമ്മൾ നമ്മുടെ കന്നിത്തൂൺ മൂട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇത്രയും സമയം നമ്മൾ വന്നപ്പോൾ ഭയങ്കര കുളയട്ടയും ഒക്കെ ആയിരുന്നു കേട്ടോ, ഭയങ്കര മഴയൊക്കെ ആയിരുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയിലെല്ലാം ഭയങ്കര കുളയട്ടയായിരുന്നു കേട്ടോ. കയറി കുറേ ഇങ്ങ് വന്ന കേട്ടോ, ഫുള്ള് കാടും നമ്മൾ വിചാരിച്ച പോലെ അല്ല, കുളയട്ട. മഴ പെയ്തിട്ട് ഇത് കയറി വന്നോണ്ടേ ഭയങ്കര കുളയട്ടയാണ് കേട്ടോ വഴിയിലെല്ലാം. അപ്പം ഇവിടുത്തെ സീസൺ സമയത്തിന് കുളയട്ട കാണാൻ സാധ്യത ഉണ്ടാവില്ല, കാരണം ഫെബ്രുവരിയിലാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറയുന്നത്. ആ ഒരു സമയത്തൂടെ കുളയട്ട കാണാനായിട്ടുള്ള സാധ്യത കാണില്ല കേട്ടോ. ഇപ്പം മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഭയങ്കര കുളയട്ട ശല്യമാണ് കേട്ടോ. അത്രയും ദൂരം കയറി വന്നിട്ട് ആദ്യം നമ്മളിവിടെ ഒരു ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആദ്യം അവിടെ കയറണം, അവിടെ കയറി കണ്ടിട്ടാണ് പിന്നെ ഒറിജിനൽ കന്നിത്തൂൺ മൂട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കും ആ ഒരു അമ്പലം ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ആദ്യത്തെ സ്ഥലം എത്തി. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ചെറിയ അമ്പലമാണ്, ഈ കണ്ടോ ഇത് അമ്പലമാണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോൾ ആദ്യം വന്ന് ഇവിടെ നിന്ന് തിരിയൊക്കെ കത്തിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ മേളിലോട്ടുള്ള ഭാഗത്തേക്കൊക്കെ പോകുന്നത് കേട്ടോ. ഇവിടെ ആദ്യം ഒരു ക്ഷേത്രമുണ്ടേ. അപ്പോൾ ഇവിടെ ഒരു പാറയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. അപ്പം ഗോത്രപൂജയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഗണപതി അങ്ങനെ ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമ്മളെ കൂട്ടത്ത് വന്നിട്ടുള്ള ചേട്ടൻ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള കാടുകളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴും അതുപോലെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആദ്യം കൊണ്ടിങ്ങനെ തിരി കത്തിച്ച് വനത്തിലുള്ള ദേവതമാരെയൊക്കെ സങ്കല്പിച്ച് അതുപോലെ അവിടെ ഇരിക്കുന്ന ആ ഒരു സങ്കല്പത്തിനെയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പലപ്പോഴും നമ്മൾ കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നത്. തിരി കത്തിച്ച് ആ ഒരു സ്ഥലത്തുനിന്ന് കുറച്ച് മുമ്പിലോട്ട് വന്നപ്പം ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അത് അവിടെയാണ്, ആ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഒരു അമ്പലം വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഫ്രണ്ടിലൂടെ ഒരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിലെയാണ് നമ്മൾ നമ്മുടെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അതിന് മുകളിൽ കയറുമ്പം നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നേരെ ഇനി അങ്ങോട്ട് പോകാം. നമ്മൾ ആ ഒരു കുഞ്ഞ് പുല്ലുമേട് പോലെ കണ്ട ആ ഒരു സ്ഥലത്തു നിന്നും കുറേ മുന്നോട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വഴികളൊക്കെ കഴിഞ്ഞ വർഷം വെട്ടിത്തെളിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തൂടെ കണ്ട മഴ പെയ്യുമ്പോൾ അത്യാവശ്യം വെള്ളം പോകുന്ന ഓടകളാണ്. അതുപോലെ തന്നെ വഴികളിൽ കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടി. ഇത് കണ്ട ആനയുടെ കുറുക്കിലെ ചെളി കണ്ട കൊണ്ട് വരയ്ക്കുന്നതാണ് ഇവിടെ.
അപ്പോൾ ഈ ഒരു ഭാഗം കണ്ട ഇങ്ങനെ വെട്ടിത്തെളി ചിട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ ശിവരാത്രിക്ക് പൂജയുണ്ട്. ആ ഒരു സമയത്തുണ്ടല്ലോ, ആ ഒരു പരിപാടികളുടെ സമയത്ത് ഇവിടെയാണ് അന്നദാനം കൊടുക്കുന്നത് കേട്ടോ, കന്നിത്തൂങ്ങൂട്ടിൽ. അപ്പോൾ ഇതാ ഇന്നലെ മെനഞ്ഞാന്നൊക്കെ ഇവിടെ ആനയോ പോത്തോ എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ കണ്ട പോത്തൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഇതുവരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കണ്ട കുറച്ച് തെളിഞ്ഞ പോലെ കിടക്കുന്ന ഈ ഒരു സ്ഥലം കണ്ട, ഗ്രൗണ്ട് പോലെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കന്നിത്തൂണമോട് പരിപാടി വരുന്ന സമയത്ത് അപ്പോൾ ഇവിടെയാണ് ഈ കാടൊക്കെ വെട്ടി തെളിച്ച് അന്നദാനം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് പോകണം. നമുക്ക് അവിടുത്തെ ബാക്കി കാഴ്ചകൾ കാണണം. വേണ്ട മൃഗങ്ങളൊക്കെ മൊത്തം ഇറങ്ങി പുല്ലൊക്കെ തിന്നാൻ വേണ്ടി പറഞ്ഞാണ്. ആനയും അതുപോലെ കാട്ടുപോത്തും കണ്ടത്. അതിൻ്റെയൊക്കെ കാൽപ്പാടുകളൊക്കെയാണ് ഈ കാണുന്നത് മൊത്തം. ഇത് കണ്ട, ഇത് ആനയുടെ പരിപാടിയാണ് കേട്ടോ. ഇത് ഈട്ടിയുടെ വേറൊരു ഇനം മരമാണ്. എന്താ തൊലിയൊക്കെ കൊണ്ടുവന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ആനയുടെ പ്രധാന പരിപാടി ഇതൊക്കെ തന്നെ. ഇത് കണ്ട, ഇതിവിടെ പോത്ത് കിടന്നതാണ് കേട്ടോ, കാട്ടുപോത്ത്. അപ്പോൾ ഇതാ ആ മുമ്പിൽ കാണുന്നതാണ് ഇവിടുത്തെ അമ്പലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ആ ഒരു അമ്പലത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടുള്ള കാഴ്ചകൾ, അതുപോലെ ആ ഒരു അമ്പലവും ഒക്കെ കാണിച്ചു തരാം. കണ്ട ഈ കാട്ടിൽ നിൽക്കണത് പേഴെന്ന് പറഞ്ഞ മരമാണ്. കണ്ട പേഴ്, പിന്നെ വേങ്ങ, പിന്നെ മരുത്, അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. അതായത് നിൽക്കുന്നത് മരുതെന്ന് പറഞ്ഞ മരമാണ്. ഒരു ഭാഗത്തും ഒരു പാറയും, നല്ല ഒരു പാറയുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് ഭയങ്കര പൊക്കത്തിലുള്ളത്, അതാണ് ഇവിടെ ടോപ്പ്. അതിന് താഴെയായിട്ടാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ ആ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മുന്നിലോട്ട് പോയിട്ട് ഈ ഒരു പരിസരത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പൊങ്കാല, മെയിനായിട്ട് പൊങ്കാല ഇടുന്ന ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിന് പിറകിലോട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് അടുത്ത പൊങ്കാലയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു വിളക്കുണ്ട്. പിന്നെ ഇതാ അതിനകത്താണ് നമ്മുടെ അമ്പലം കേട്ടോ. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ശിവൻ്റെ അമ്പലം ഇവിടെയാണുള്ളത്. അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ഒരു വിളക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ ഇതിന് പിറകിലായിട്ടാണ് നമ്മുടെ വനശാസ്താക്കൾക്കുള്ള, അതായത് വനത്തിലെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുന്നത് പിറകിലാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ശിവനും ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് അഗസ്ത്യാർകൂടം നേരെ മുമ്പിലായിട്ട് കാണാം. അപ്പോൾ അഗസ്ത്യമുനിക്കൊക്കെ പൂജയൊക്കെ ചെയ്യുന്നത് ആ ഒരു ഭാഗത്തായിട്ടൊക്കെ വരും. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകളും അവിടുത്തെ ഇതൊക്കെ കാണാം. പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ളത് ശിവൻ്റെ പ്രതിഷ്ഠയാണ് കേട്ടോ. ഇവിടെയാണ് ശിവൻ്റെ പ്രതിഷ്ഠ ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിറകിലേക്കാണ് ഈ വനദേവതമാരുടെ സങ്കല്പത്തിൽ പൂജകൾ ചെയ്യുന്ന കല്ലുകളും അങ്ങനെയുള്ള പൂജകൾ, കല്ലിനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആരാധിക്കുന്നത് ഇതിന് പുറകിലാണ്. നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ ഒരു കുഞ്ഞു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി പിറകോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ആ കാണുന്ന മലയ്ക്ക് മുകളിലാണ്. ഇവിടെയാണ് നമ്മുടെ ആ ഒരു ക്ഷേത്രം ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ നിന്ന് അഗസ്ത്യാർകൂടം കാണുന്നുണ്ട്. ഇതാ ഈ ടോപ്പ്, ഇതാണ് അഗസ്ത്യാർകൂടം. നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള നാച്ചിയാർ മോട്ടയാണ് ഇത് അങ്ങ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു മലയ്ക്ക് പിറകിലായിട്ട് വരും കേട്ടോ എൻ്റെ വീടൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ട് കാണുമ്പം ഇങ്ങോട്ട് ഒരുപാട് മലയൊക്കെ കാണുമല്ലോ. അപ്പോൾ ആ ഒരു മലയിലൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. അതിലേതോ ഒരു മലയിലാണ്. അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്നത് മധുകട്ട എന്ന് പറയും. പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഇതാ ഈ ഭാഗത്ത് കണ്ടോ, ഇതെല്ലാം നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളാണ്. താഴെ ഒരു പാലമുണ്ട് കേട്ടോ. ഇതാ വെള്ളമാണെന്നുണ്ട്, അത് പന്തപ്ലാമൂട് പാലമാണ് കേട്ടോ. എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നത്, പേര് പറഞ്ഞോട് ബ്രോ. എൻ്റെ പേര് അനീഷ് എന്നാണ് ബ്രോ. അനീഷാണ്. ചാക്കപ്പാറയാണ് കേട്ടോ, ചാക്കപ്പാറ സെറ്റിൽമെൻറ്റിലുള്ളതാണ്. പേര് പറഞ്ഞോട്. എൻ്റെ പേര് സാരഥി. എൻ്റെ വീട് തമിഴ്നാട് കേരള ബോർഡർ ആറുകാണി എന്ന് പറഞ്ഞ ആറുകാണി. ചേട്ടാ എൻ്റെ പേര് അനന്തു എന്നാണ്, വീട് ചാക്കപ്പാറ തന്നെയാണ്. അപ്പം ഇവർ 3 പേരുമാണ് എന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ കന്നിത്തൂണുമൂട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് അപ്പുറത്ത് ഏതെങ്കിലും മലയിലോട്ട് കയറും, അല്ലെങ്കിൽ നല്ല സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് നമ്മൾ പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാട്ടാനയുടെ ശല്യമുണ്ട്. നമ്മുടെ അനീഷ് നേരത്തെ കയറി കേട്ടോ, താഴെ നിന്നപ്പോഴാണ് നേരത്തെ കയറി വന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ സൗണ്ട് കേട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാലാവസ്ഥകളൊക്കെ അങ്ങനെയാണ്. അതുമല്ല ആനയും പോത്തും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. എപ്പോഴാണ് എന്ത് മൃഗങ്ങളാണ് ഇതിലൂടെ നിന്ന് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അനീഷ് നേരത്തെ കയറി വന്നതാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനീഷ് ഇനി നമുക്ക് പോയാലോ താഴേക്ക്. അപ്പം ഈ ഒരു തൂണ് എങ്ങനെയാണ് ഇവിടെ വന്നത്, ഇതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്, ആദിശാസ്താവിന് കൽമണ്ഡപം കെട്ടാൻ വേണ്ടിയിട്ട് ഹനുമാൻ കൊണ്ട് ആദ്യമായിട്ട് ഇവിടെ കൊണ്ട് സ്ഥാപിച്ച ഒരു തൂൺ എന്നാണ് ഈ ഒരു കന്നിത്തൂണിൻ്റെ ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിനെ കന്നിത്തൂൺ എന്ന് പറയുന്നത് കേട്ടോ. അതാണ്ട് ഇതാണ് ആ ഒരു
പാറയെന്ന് പറയുന്നത് ഒരു ചെറിയൊരു പാറയാണ്. ഇപ്പം ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് ഈ ഒരു പാറയിലാണ് കേട്ടോ. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഹനുമാനാണ് കേട്ടോ. ഹനുമാനെയാണ് ഇവിടെ പൂജിക്കുന്നത്. അപ്പം അപ്പുറത്ത് നമ്മുടെ വനദേവത അങ്ങനെ സങ്കല്പത്തിൽ അപ്പുറത്ത് കോവിലിൻ്റെ ആ സൈഡിലൊക്കെ ഒരുപാട് പാറകൾ വെച്ച് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു, പൂജ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെ ഹനുമാനെയാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിനി നേരെ നമ്മൾ വന്ന വഴിയിലൂടെ തന്നെയാണ് തിരിച്ച് നമ്മൾ പോകുന്നത് കേട്ടോ. ആ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ അടുത്ത് നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പം ഏറ്റവും പൊങ്ങി കുറച്ച് പാറകളൊക്കെ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കരെയാണ് നമ്മൾ ആ ഒരു ക്ഷേത്രമൊക്കെ കണ്ടത്. അവിടെ നിന്ന് ഇക്കരത്തെ കുന്നിലോട്ട് ഇപ്പോൾ നമ്മൾ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവിടുത്തെ തീർത്ഥക്കുളം ഉള്ളത്. കണ്ടോ, ഇവിടെ ഒരിക്കലും പറ്റൂല എന്നാണ് പറയുന്നത്, ഈ കുളം പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു അമ്പലത്തിൻ്റെ ആവശ്യമായിട്ടും പിന്നെ ഇവിടെ വരുന്നവരൊക്കെ ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാറ്. അപ്പോൾ ഇതിന് മുകളിലാണ് അടുത്ത് നമ്മൾ പോകുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ ഇതാണ്ട് ഈ ഒരു കുളത്തിൻ്റെ ഈ ഭാഗത്തിരുന്നാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും രാവിലെ കഴിച്ചിട്ട് വന്നതാണ്, പിന്നെ വിശപ്പടിച്ച്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഇനി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഈ ഒരു പാറയുടെ മുകളിലോട്ടും കൂടെ കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ കൂടെ കയറിയിട്ട് വേണം നമുക്കിനി തിരിച്ച് നമ്മുടെ ചാക്കപ്പാറയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചിട്ട് കുറച്ച് അതിൻ്റെ ഇത്തിരി ഇപ്പുറത്താണ് കേട്ടോ. ഇത് വനദുർഗ സങ്കല്പത്തിലാണ് ഇവിടെ ഒരു പാറേനെ പൂജ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് ആ ഒരു സങ്കല്പത്തിൽ പൂജ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ തിരിയൊക്കെ കത്തിച്ച്, അപ്പോൾ ഇനി അടുത്ത് കയറി പോകുന്നത് ഈ കാണുന്ന പാറയിലൂടെയാണ്. നമ്മൾ താഴെ നിന്നപ്പോൾ നമ്മൾ മുകളിലൊരു പാറ ഉണ്ടല്ലോ, ആ ഒരു പാറയിലൂടെയാണ് നമ്മളിതാ മുകളിലേക്ക് കയറി പോകുന്നത് കേട്ടോ. നേരത്തെ ആ ഒരു ക്ഷേത്രം കണ്ടത് ആ ഒരു ഭാഗത്താണ്, പിന്നെ നമ്മൾ കയറണത് അടുത്ത് ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ. ഈ ഒരു പാറയിലൂടെ നമ്മളങ്ങനെ മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി കുറച്ച് മുകളിൽ വന്നു കേട്ടോ. അപ്പോൾ ഇനി പോകാനുള്ളത് ഇത് അങ്ങ് കാണുന്ന ആ ഒരു ടോപ്പിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കണ്ടോ, നമ്മൾ നേരത്തെ നേടാവിൻ്റെ റിസർവോയറൊക്കെ കണ്ടത് കണ്ട് ഇങ്ങോട്ടാണ് കണ്ടോ, ആ ഒരു ഭാഗത്ത് കണ്ടോ ഇങ്ങ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളത് അമ്പൂരിയൊക്കെ തൊട്ട് താഴെയാണ് കാണുന്നത്. അവിടെ നിന്ന് നമ്മൾ കയറി തിരിച്ച് ഇനി ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു കുന്നിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിങ്ങ് കയറി വന്നപ്പോൾ നമുക്ക് വ്യൂ ഉണ്ടല്ലോ, അടിപൊളി, നല്ല പച്ചപ്പും നല്ല കാലാവസ്ഥ കേട്ടോ. ഇത് വേറെ ഏതോ സ്ഥലം പോലെയൊക്കെ നമുക്ക് തോന്നുന്നു, അത്തരത്തിലുള്ള വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എല്ലാം കണ്ട് തീർത്ത് നമ്മൾ കയറി വന്ന ആ ഒരു പാറയുടെ ഏറ്റവും അവസാനത്തെ സ്പോട്ടിൽ നമ്മൾ എത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഈ ഒരു കുഞ്ഞൊരു പുൽമേട് തീരാനായിട്ട്. അപ്പോൾ നമ്മുടെ അങ്ങനെ ഈ ഒരു സ്ഥലത്തിൻ്റെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ ചാക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 3.5 കിലോമീറ്ററിലധികമുണ്ട് ഈ കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രമൊക്കെയുള്ള ഈ ഒരു സ്ഥലത്ത് വരാനായിട്ട്. അപ്പം ഇവിടെ വരാൻ പറ്റുന്നതെന്ന് പറയുന്നത് ശിവരാത്രിക്കാണ്. ശിവരാത്രി പൂജകൾക്കായിട്ട് ഫെബ്രുവരി 26-ാം തീയതിയാണ് ഇവിടെ തുറക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവർക്കും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റുന്നതാണ്. രാവിലെ വരിക, പുലർച്ചെ വരിക, വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിലടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു പുൽമേട്ടിലും അതുപോലെ താഴത്ത് നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെയും നമുക്ക് എത്താൻ പറ്റുന്നതാണ്. അതുപോലെ ആഹാരം എല്ലാം ആ ഒരു ദിവസമുണ്ട്. ഫെബ്രുവരി 26-ാം തീയതി 2025 കേട്ടോ ആ ഒരു ദിവസം മാത്രമാണ് ഈ ഒരു സ്ഥലം തുറന്നു കൊടുക്കുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും ദിവസം ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. വനം വകുപ്പിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥലമാണ്, അതുകൊണ്ട് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഫെബ്രുവരി 26-ാം തീയതിയാണ് ഇവിടെ വരാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം നിങ്ങൾ മാക്സിമം ഈ ഒരു സ്ഥലത്തേക്ക് വരിക, ഇവിടുത്തെ പരിപാടികളിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഡാം, അതുപോലെ തമിഴ്നാട്ടിലെ 2-3 ഡാമുകൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മുടെ കൂനിച്ചിമല കാണാൻ പറ്റും, വെള്ളറടയിലെ കാളിമല, കുരിശുമല, അതൊക്കെ കാണാൻ പറ്റും. അതോടൊപ്പം അഗസ്ത്യാർകൂടം കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ അത്രയ്ക്കും ഉയരത്തിലുള്ളൊരു വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ ഒരു ക്ഷേത്രവുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും വരിക, ഇവിടുത്തെ കാഴ്ചകൾ കാണുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളങ്ങനെ ഈ ഒരു കന്നിത്തൂൺമൂട് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതിലും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും അതുപോലെ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആചാര രീതികളൊക്കെ ഉള്ള ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടൊക്കെയുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.